കുളം വാർക്കാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. കുളം വാർക്കല. ഈ കുളം വാർക്കുക എന്നുള്ളത് എന്തല്ല ഭയങ്കര ത്രില്ലുള്ള പരിപാടി. പക്ഷെ എന്താ പറയുക, മീൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് സംഗതി എന്താ തിരിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ. മീൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കിളി പോകും. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 5-8 കൊല്ലത്തിന്റെ ശേഷം ഞാൻ ഇങ്ങനെ ഒരു ചളിയിലിറങ്ങി. ചളി എന്ന് പറഞ്ഞാൽ സാധാ ചളിയല്ല കേട്ടോ, മീൻ പിടിക്കാനുള്ള ചളിയിലാണ്. ഈ മീൻ കണ്ടു ഞങ്ങള്. ഇതിന് നമ്മളെ നാട്ടിൽ ശീലക്കടു എന്ന് പറയും. നിങ്ങളെ നാട്ടിൽ എന്താ പറയാന്നുള്ളത് നമുക്കറിയില്ല. അത്യാവശ്യം ഇഷ്ടം പോലെ കിട്ടിയിരിക്കുന്ന ഈ ശീലക്കടു. ഈ കടുവിന്റെ കുത്ത് കിട്ടിയാണ്ടല്ല മക്കളെ പൊന്നീച്ച വാറും കണ്ണു. അതിന്റെ അടിയിലാണ് ഞങ്ങൾക്ക് ഒരു ബിലാലിനെ കിട്ടിയത്. നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പറയാന്നൊന്നും അറിയില്ല. ഇതിന് നമ്മുടെ നാട്ടിൽ ബിലാല് കണ്ണ എന്നൊക്കെ പറയും. അത്യാവശ്യം നല്ല വലിപ്പമുണ്ടായിരുന്നു. ഏതായാലും ബാക്കി ചേർപ്പൂണ്ട കലാപരിപാടികളൊക്കെ ഒന്ന് നമ്മൾ കണ്ടു നോക്കുക. ഈ കുളം പാർക്കൽ എന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു കലയാണ്. ഈ കല തുടങ്ങിയാണ് നമുക്ക് കുറെ ആരാധകരുണ്ട് മേലെ. ഇതിലിപ്പോ നമ്മളെ മലയാളികളും ബംഗാളികളും എല്ലാവരും ഉണ്ട്. ഇത് കണ്ടങ്ങള് നമ്മളിതുവരെ പിടിച്ച മീനുകളാണ്, ഫുള്ള് ശീലക്കടുകളാണ്. ഒരൊറ്റ കണ്ണനാണ് നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ ആ കിട്ടിയ കണ്ണൻ ഒരു അത്യാവശ്യം നല്ല കണ്ണൻ. അങ്ങനെ കുളം വാർക്കാനുള്ള അംഗസംഖ്യ ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പണി മാത്രം പോരല്ലേ, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റെസ്റ്റ്. ഏകദേശം നമ്മൾ മീൻ പിടുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം നമ്മൾ തിരക്കേടില്ലാത്ത 3-4 ചാക്ക് മീനും കൊണ്ടാണ് നമ്മൾ കുളത്തിന്റെ മേലെ. മീൻ എന്ന് പറഞ്ഞാൽ ഇതിൽ 99% നമ്മളെ ശീലക്കടു കടുക്കുട്ടികളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് കൊണ്ടുവരുവാണ് നല്ലോണം ഒന്ന് ക്ലീൻ ആക്കാൻ. ഈ കടുക്കുട്ടികളെ ഉണ്ടാക്കി തിന്നുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ആണ്, ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ്. ക്ലീൻ ആക്കി മുറിക്കണ കാര്യത്തിലാണ് ഈ റിസ്ക് ഉള്ളൂ, തിന്നുന്ന കാര്യത്തിൽ ഒരു റിസ്ക്കും ഇല്ല. ഏതായാലും ഇതുവരെ ആയില്ല, ബാക്കി കാര്യങ്ങളും കൂടി നമ്മളൊന്ന് കണ്ടുനോക്കുക.